നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഓങ്കോൾ കഴിഞ്ഞു, ആന്ധ്രാപ്രദേശിൽ ഓങ്കോൾ കഴിഞ്ഞു. നമ്മൾ ഇന്നലെ പുലർച്ചെ ഒരു 2 മണിയായപ്പോഴാണ് ഞാനിവിടെ കൊണ്ട് വണ്ടി നിർത്തി. 2:30 ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി. 2:30 കൊണ്ട് നിർത്തിയപ്പോൾ ഇവിടെ എല്ലാം നല്ല ആ നേരത്തെ ഇവിടെ ഒരു പമ്പാണ് ഉണ്ടാവും. ഞാൻ ഇന്നലെ എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി നിർത്താൻ ഇതേപോലെ പമ്പിനകത്തോ അല്ലെങ്കിൽ പുറത്തോ ഇല്ല. നമ്മൾ ഇന്നലെ വന്നപ്പോൾ പമ്പിനകത്ത് നിർത്താൻ പറ്റിയില്ല, കാരണം അവിടെയൊക്കെ നിറയെ വണ്ടികളൊക്കെ ആയിരുന്നു. അതുപോലെ പുറത്തൊന്നും നിർത്താൻ പറ്റില്ല. ഇവിടെയൊക്കെ പറയാം. അപ്പോൾ ഇവിടെ മാത്രമേ ഗ്യാപ്പില്ല. ഇവിടുത്തെ കൂട്ടിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവിടെ CCTV ഉണ്ടോ, ഇവിടെ മുകളിലാണ് CCTV ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ സേഫ്റ്റി ആയിട്ട് നിർത്തി കിടന്ന് തുടങ്ങിയത്. അപ്പോൾ ഉറക്കത്തിൽ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് യാത്ര തുടങ്ങും. ഇന്നത്തെ ഇവിടെ നിന്നുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അയച്ചാൽ ഇവിടുന്ന് പതുക്കെയാണ് പറഞ്ഞത്. അവിടുന്ന് എടുത്തിട്ട് വേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർക്കല്ല, അപ്പോൾ ഒരു ലെവലിലാണ് പോകണത്. കാരണം നമുക്കൊക്കെ ഞാൻ ഇപ്പോൾ യാത്രയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലെവൽ റോഡല്ലേ, ഒരു മൈലേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വണ്ടി കൊടുത്ത് പറഞ്ഞേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം കണ്ണൂർക്കല്ലേ പോകണം. അപ്പോൾ മൈസൂർ വരെ നല്ല ലെവൽ റോഡാണ്. മൈസൂർ കഴിഞ്ഞാൽ പിന്നെ ഹൈ റേഞ്ച്, വിരാജപേട്ട വഴിക്കൊക്കെ ഹൈ റേഞ്ച് അല്ലേ. അപ്പോൾ നമ്മൾ അതിനുള്ള മൈലേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കെയർ ചെയ്ത് ഓടിച്ച് പോകണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഡീസൽ ചിലവ് കൊടുക്കും. അപ്പോൾ അതോടെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഓടിച്ച് പോകണം. നമ്മൾ കഴിഞ്ഞപ്പോൾ പോയപ്പം ഇതേപോലെ തന്നെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ നോക്കിയ ദിവസമായിട്ട് നല്ല മൈലേജ് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടി. നമ്മളങ്ങനെ ഇപ്പോൾ സിഗ്നൽ കൊണ്ടുവന്ന് തുടങ്ങത്തില്ല. ഇത് കണ്ടോ, ഈ ഹൈവേഡ് നടക്കുന്നുണ്ടോ, ഡിവൈഡർ ഇല്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ട് കാണാത്തവർക്ക് വേണ്ടി പറയുന്നുണ്ടോ, ഇത് ഫുള്ള് പ്ലെയിൻ ആയിട്ട്. ഇത് കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ പുറകിൽ തന്നെ കിലോമീറ്ററിൽ തുടങ്ങി. ഇതിപ്പോൾ ഈ ഹൈവേയിൽ ഇങ്ങനെ 2 സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട്. ഇതുണ്ടോ, നടുക്ക് ഡിവൈഡർ ഒന്നുമില്ല, നടുക്ക് ഡിവൈഡർ ഇല്ല, ഒന്നുമില്ല. മറ്റേ എപ്പോൾ അവിടെ എടുത്ത് മാറ്റാവുന്ന രീതിയിൽ കട്ടകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. കണ്ടോ, അത് ഓരോ 2 കട്ടകൾ ഇങ്ങനെ മാത്രമേ വെച്ചിട്ടുള്ളൂ. കണ്ടോ, അതേപോലെ തന്നെ ഇവിടെ നല്ല വീതിയും സൈഡിലും മരങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിൻ്റെ വിമാനം, അതായത് വ്യോമസേനയുടെ വിമാനം ഇറങ്ങാനുള്ള സൗകര്യമാണ് ഇത് ചെയ്തു വെച്ചേക്കണേ. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ രാജ്യം പെട്ടെന്ന് വല്ല യുദ്ധമൊക്കെ ഉണ്ടായിട്ട് ശത്രു രാജ്യങ്ങൾ നമ്മുടെ വിമാനത്താവളമൊക്കെ നശിപ്പിക്കില്ലേ, ബോംബിട്ട് നശിപ്പിക്കില്ലേ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വിമാനങ്ങൾക്ക് രാജ്യത്തിന് വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സൗകര്യം വേണ്ടാണ് ഹൈവേയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ ഹൈവേയിൽ അവർ പണ്ട് വിമാനം ഇറക്കി പരിശീലനം അത് നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിമാനം ഇറങ്ങാനുള്ള സൗകര്യത്തിനാണ് ഈ ഹൈവേയിൽ ഇങ്ങനെ ഫുള്ള് വീതിയാക്കിയിട്ട് പണിതിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഹൈവേയിലും ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെ വരുത്താനുള്ള പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ കിലോമീറ്ററുകളുണ്ട്, കിലോമീറ്ററുള്ള റൺവേ പോലെ ഇങ്ങനെ നല്ല വീതിയിലിട്ടേക്കണം. പെട്ടെന്ന് യുദ്ധം ആണെങ്കിൽ ഈ നടുക്കിരിക്കുന്ന ആ കട്ട മാത്രം കൊണ്ടൊന്ന് ക്രെയിൻ കൊണ്ടൊന്ന് പെട്ടപ്പെടേന്ന് പറഞ്ഞ് എടുത്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് ഈ റോഡ് 2 സൈഡും ബ്ലോക്ക് ചെയ്താൽ പോലും. 2 സൈഡും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിമാനം ഇറങ്ങാനുള്ള സൗകര്യമാവും. കോടയിൽ കൂടി മഞ്ഞ് മൂടി കിടക്കണം, മഞ്ഞല്ല കോടം കൂടി കിടക്കണോ, അതൊക്കെ കോടം മൂടി കണ്ടോ, കോടം മൂടി കിടക്കണോ, ജസ്റ്റ് കോട കണ്ട. ആൾക്കാരുണ്ട്, ഏതാ അമ്പലത്തിലേക്ക് പോണ ആണ് കേട്ടോ. ഇതുണ്ടോ, അമ്പലത്തിലേക്ക് പോണ ആൾക്കാർ. ഏതമ്പലത്തിലേക്കാണോ? ഇവിടെ പിന്നെ ഇഷ്ടംപോലെ അമ്പലങ്ങളാണല്ലോ. അമ്പലത്തിലേക്ക് വേണ്ടി പോകണം. നമ്മളിപ്പോൾ ഇവിടെ കാലത്ത് വണ്ടി നിർത്തിക്കണത് എന്തിനാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോറിക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ രാജ്യത്ത് ഹൈവേയിൽ വിമാനം ഇറങ്ങാനുള്ള ഹൈവേ ഒക്കെയാണ് നമുക്ക്. പക്ഷേ ഹൈവേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രക്ക് ഡ്രൈവർമാർക്ക് ഹൈവേയിൽ അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള സ്ഥലങ്ങൾ ഇന്നും വളരെ വിജനമാണ്. അപ്പോൾ ലോറിക്കാർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇതേപോലെ വല്ല പറമ്പിൽ പോകണം. പറമ്പിലൊക്കെ പോയി വേണം കാര്യങ്ങൾ നടത്താൻ. നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ. വെയിലായി വരുന്നുണ്ട്. ഇനി കോട മാറി വെയിലായി വരും. നല്ല തണുപ്പ്, നല്ല വെയിൽ, നല്ല ചൂട് വരും. നമുക്കിനി അടുത്ത് കിട്ടുന്ന മെയിൻ സ്ഥലമാണ് കാവാലിയാണ് ഈ RR ധാബയൊക്കെ ഉള്ളത്. അതിന് നെല്ലൂർ. ഈ സൈഡിൽ നിൽക്കണതൊക്കെ മാവൻ തോപ്പുകളാണ്, മാവിൻ്റെ തോപ്പാണ്. മാവൻ തോപ്പുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ മാവൻ തോപ്പാണ്, റൈറ്റ് സൈഡിൽ മാവൻ തോപ്പാണ്.
കണ്ട മാവിൻ്റെ മാവും തോട്ടമാണ് ഇവിടെ. സീസൺ ആകുമ്പോഴേ ഈ റോഡ് സൈഡിൽ മുഴുവൻ മാങ്ങയുടെ കച്ചവടം ഉണ്ടാവും. മാങ്ങ മാവിൻ തോട്ടങ്ങളാണ്, മാവിൻ തോട്ടങ്ങൾ. രണ്ട് സൈഡിലോട്ടാണ്. ചെന്നൈക്ക് ഇനി 263 കിലോമീറ്റർ. വേണ്ടോ എന്ത് സംഭവം അറിയോ? ഇതുകൊണ്ടോ ഇരിക്കണോ? ഇതുണ്ടോ? ഇതാണ് കള്ളാണ്, കള്ള്. അത് ഈ കാണുന്ന പന കണ്ടോ? പന. ഈ പനയെന്ന് ചെത്തിയിട്ടുള്ള കള്ളാണ്, കള്ളാണ്. പനയുടെ കള്ളാണ്. ഈ വഴി ഇഷ്ടം പോലെ ഉണ്ടാവും പനക്കള്ള് കൊടുക്കണ്ടോ. ഇതാണ്ടോ വണ്ടിക്കാരൻ നിർത്തിയേക്കണോ? ഇതുണ്ടോ? അടുത്തത് വരുന്നോ വണ്ടിക്കാരൻ കള്ളു കുടിച്ചാണ് നിർത്തിയാണോ? വേണ്ട പാടങ്ങൾ മൊത്തം ഉണ്ടല്ലോ, ഹൗസ് പ്ലോട്ടുകളൊക്കെ. ഹൗസ് പ്ലോട്ടുകളാക്കിയിട്ട് വീട് പണിയാൻ വേണ്ടി ഇങ്ങനെ തിരിച്ച് കൊടുക്കണ്. വേണ്ട കിടക്കണോ മൊത്തം പാടങ്ങൾ നേരത്തെ. ഇങ്ങനെയൊക്കെ ഉമ്മാർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളക്കാർ പട്ടിണിയാവും, നമ്മുടെ മലയാളികൾ പട്ടിണി കിടക്കും. കാരണം ഇവിടെ നിന്നാണ് അരി മുഴുവൻ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ പട്ടിണി നടത്താനുള്ള പരിപാടിയാണ് ഉമ്മാർ. നെല്ല് കയറണുണ്ടോ? നെല്ല് ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കയറണ നെല്ലോട്ടോ. ഇതൊക്കെ കാലടിക്ക് വരണം, കാലടി. ആണ് കാവാലി എന്ന് പറഞ്ഞ സ്ഥലമായി. കാവാലി ഇവിടെ കാലത്ത് നല്ല ചായ കുടിച്ചിട്ട് കണ്ട അണ്ണന്മാർ. നമ്മുടെ തമിഴ്നാട് തൊപ്പൂര് പോലത്തെ ഒരു സ്ഥലമാണ്. ഇഷ്ടം പോലെ പട്ടിയുടെ അണ്ണന്മാരുടെ വണ്ടിയും ചായക്കടയും എല്ലാം വീടുണ്ട് ഇവിടെ. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇന്ന് നമ്മൾ കാലത്ത് തന്നെ ഇഡ്ഡലി. നമ്മുടെ കുട്ടീനെ അവിടെ സൈഡാക്കി നിർത്തിക്കണ. അപ്പൊ കഴിച്ചിട്ട് പോട്ടെ കേട്ടോ, ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ലോറിക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യം എന്ന് പറയും. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയെടുത്ത് ഞങ്ങൾ ലോറിക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യം. അത് കണ്ടോ നമ്മുടെ വണ്ടി, നമ്മുടെ കുട്ടി അവിടെ നിൽക്കണം. അപ്പോൾ ഇതൊന്ന് വീടെടുക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നു. നമ്മൾ ലോറിക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യമാണ് ഇതൊക്കെ. വണ്ടി നിർത്തിയെടുത്ത് തന്നെ കുളിക്കാനുള്ള സൗകര്യം, വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുള്ളത്. നമ്മളങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. ഇനി വണ്ടി എടുത്ത് പോട്ടെ. ഇത് നമ്മുടെ തമിഴ്നാട് തൊപ്പൂര് പോലത്തെ ഒരു സ്ഥലമാണ്. തമിഴ് വണ്ടിക്കാരെല്ലാം നിർത്തുന്ന സ്ഥലമാണ്. അവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. TM വണ്ടികളും രണ്ട് സൈഡിലും വണ്ടികളുണ്ട്. അടിപൊളി പാർക്കിംഗ് ആട്ടോ. ഇപ്പൊ സമയം 9 മണിയായിട്ടില്ല. എന്നാ വെയിലായിന്ന് പറയാം, ചൂട്. ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ. ആ കനാലിൽ കുളിക്കാനാണ് ഈ വണ്ടിക്കാരെ നിർത്തിയേക്കണം. ഇവിടെ ഒരു കനാലുണ്ട്. ഇവിടെ ഇതുണ്ടോ, ഇതൊരു ചെറിയൊരു കനാലാണ് കേട്ടോ. അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിക്കാർ ഇവിടെ നിർത്തിയേക്കണേ. ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, വണ്ടിക്കാർക്ക് കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ സൗകര്യം ഇങ്ങനെ കിട്ടണം അവിടെ. നമ്മളിപ്പോൾ കിടക്കാൻ പോകുന്ന നദിയുടെ പേരാണ് സ്വർണ്ണമുഖി റിവർ. ഈ നദി കടന്നു കഴിഞ്ഞാൽ നമ്മൾ നെല്ലൂരിൻ്റെ തിരക്കുകളായി. തിരക്കെന്നല്ല, നമ്മൾ ബൈപ്പാസ് ഓടിക്കേണ്ടപ്പോൾ ഈ നദിയിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി തോട് പോലെ നമ്മുടെ തോട്ടിൽ കൂടെ വെള്ളം പോകണം, ഇച്ചിരി വെള്ളം പോകും. ഇത് കഴിഞ്ഞാൽ പിന്നെ വിജയപാലസ് നെല്ലൂര് ടൗണായി. കാണും നെല്ലൂര് സിറ്റിയുടെ ഭാഗങ്ങളായി കേട്ടോ. കാണൊക്കെ അരിമില്ലുകളാണ്, അരിമില്ല്. അതേപോലെ തന്നെ ഇവിടെ ഈ ഇടതേ വസ്തു കണ്ട, ഇതും അരിമില്ലുകളാണ്, അരിമില്ലുകൾ. ഇതാണ് നെല്ലൂർ. ഇതുണ്ടോ അരിമില്ലുകൾ, അരി. നമ്മളിപ്പോ ഈ കാണുന്നതൊക്കെ നെല്ലൂർ ടൗണിന്റെ ഭാഗങ്ങളാട്ടോ. ടൗണിന്റെ ഔട്ടിലുള്ള വീടുകളാണ്.
ടൗണിലെ വീടുകളുടെ ഇത് കാരണം കുറവ് കാരണം ഇപ്പം പുറത്തേക്ക് പോകുന്നൊക്കെയാണ്. നമ്മളങ്ങനെ ഇപ്പോൾ നെല്ലൂർ ടൗണിൻ്റെ ഭാഗങ്ങൾ കഴിയാറായത്. ഇവിടെ പുതിയ ഫ്ലൈ ഓവർ വരാനുള്ള പരിപാടി ഒന്നുണ്ട്. നെല്ലൂർ കഴിയാൻ പോകണം നമ്മളങ്ങനെ ഇപ്പോൾ നെല്ലൂർ ടൗണിൻ്റെ ഭാഗങ്ങൾ മൊത്തം കഴിയാണ് കേട്ടോ. മൊത്തം കഴിയണം. ഇവിടെ കണ്ടോ ഇനിയിപ്പോൾ 6 ലൈനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ കാണും നെല്ലൂർ ടൗണിൻ്റെ ഭാഗങ്ങൾ കഴിയണം. ഇവിടുന്ന് വലത്തോട്ട് പോകണതാണ്. നമ്മളിപ്പോൾ ചെന്നൈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികൾ ഇവിടുന്ന് വലത്തോട്ടാണ് നെല്ലൂർ ടൗണിലേക്ക് പോകുക. ബസ് തിരിഞ്ഞു പോകണതാണ് ആ വഴി. ചെന്നൈ 165 കിലോമീറ്റർ, മധുരൈ 612, കന്യാകുമാരി 848, സുല്ലൂർപേട്ട 85. എന്താണെന്ന് അറിയത്തില്ല. ഒരു ചെറിയ ബ്ലോക്ക് ആക്സിഡൻ്റ് ആണോ, വണ്ടി വഴി തിരിച്ചിട്ടല്ല ആക്സിഡൻ്റ് ആണോ എന്നുള്ള കാര്യം അറിയത്തില്ല. വണ്ടി പറഞ്ഞത് തന്നെയാ കേട്ടോ, ആക്സിഡൻ്റ് തന്നെയാ. ടാങ്കർ വണ്ടി പറഞ്ഞ കേട്ടോ. മറ്റേ ഡേഞ്ചർ സാധനമൊന്നും അതുകൊണ്ട് ഡേഞ്ചർ സാധനമാണെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്യില്ലായിരുന്നു. ഫയർഫോഴ്സും വണ്ടി എല്ലാം വന്നിട്ടുണ്ട്. എത്ര ക്രെയിൻ? 2-3 ക്രെയിൻ, 3 ക്രെയിനും ഉണ്ട്. ഓയിൽ എന്തോ ഓയിലിൻ്റെ സാധനമാണ്. എല്ലാ വണ്ടിയും വന്നിട്ടുണ്ട്. ഇതാണ് NH5 കണ്ടോ. ഇതായിരുന്നു പഴയ നമ്പർ ഹൈവേ. NH5 കണ്ടോ. ഇപ്പോഴത്തെ നമ്പർ അല്ല, പഴയ നമ്പറായിരുന്നു. ഇത് NH5. ഞാൻ അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അന്ന് കാണിക്കാണ്ട് എടുത്താ. നമ്മളങ്ങനെ നായിടുപേട്ട ആവാറായിട്ടാ. നായിടുപേട്ട നമ്മൾ തിരിയണ സ്ഥലമായി. നമ്മളിപ്പോൾ ഇത്ര നേരം ഇന്നലെ അല്ല മിലിഞ്ഞാന്ന് കാലത്ത് നമ്മൾ NH 5 നമ്പർ ഹൈവേയിലേക്ക് കയറിയിട്ട് 2 പകലും 2 രാത്രിയും ഫുള്ള് ഈ ഹൈവേ കൂടെ തന്നെ ഓടി. നമ്മളിപ്പോൾ ഹൈവേന്ന് മാറാൻ പോവാണ്. നേരെ പോയാൽ ചെന്നൈ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ്. ഇപ്പം ഇതൊക്കെ ഇതിങ്ങനെയൊക്കെ ആക്കിയിട്ടിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം NH5 ഇവിടെ പറഞ്ഞ് നമ്മൾ പുതിയ ഹൈവേയിലേക്ക് കയറാൻ പോവാം. നേരെ പോയാൽ ചെന്നൈ. നമ്മൾ പുതിയ ഹൈവേ. ഈ ഹൈവേയുടെ നമ്പർ എത്ര? NH 71 അങ്ങാണോ, 71 അങ്ങാണോ. നമ്മളങ്ങനെ ശ്രീകാലഹസ്തിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പിടുത്തമില്ല. ഇതേപോലത്തെ വഴിയാണ് ശ്രീകാലഹസ്തി കഴിഞ്ഞാൽ അറിഞ്ഞിട്ടും കൂടി നമ്മൾ പുറകിൽ അതൊക്കെ കഴിഞ്ഞ് പോകും. നമ്മള് തിരുപ്പതിക്കാകെ 33 കിലോമീറ്റർ ഉള്ളൂ. എന്നാ വഴി നോക്കിയാൽ സൂപ്പർ വഴിയാക്കിയിട്ടാണ് പറഞ്ഞേ. ഇങ്ങനെ ആവും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. നമ്മള് കാണാൻ കമ്പനി കേട്ടോ. കമ്പനിയാണെന്ന് അറിയത്തില്ല. കമ്പനി ആയിരിക്കില്ലല്ലോ. അത് ക്രഷർ പോലത്തെ കമ്പനിയാണ്. മലയെ കണ്ടോ, ക്രഷർ പോലത്തെ കമ്പനിയാണ്. അങ്ങനെ തിരുപ്പതി എത്താറായിക്കൊണ്ടിരിക്കണം.
ടോൾ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ടോളിപ്പോൾ നമ്മൾ ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഇപ്പോൾ ടോൾ ഓപ്പൺ ആവും. ടോൾ കൊടുത്താലും നഷ്ടമില്ല പോകും. നോക്കിയ പുതിയ ടോൾ പ്ലാസ് ആണ്. എന്തെല്ലാം വെറൈറ്റിയുടെ പറഞ്ഞേക്കണം നോക്കിയ. നമുക്കിപ്പോൾ ഈ വഴിക്ക് ടോൾ കൊടുത്താലും നഷ്ടമില്ല. കാരണം പണ്ട് വന്നിട്ടുള്ളവർക്ക് അറിയാം അമ്മമാര് വഴിയല്ലായിരുന്നു. നമ്മളെ ആ ടോള് കഴിഞ്ഞപ്പോഴേ വണ്ടി ഇവിടെ സൈഡാക്കി. അതിൽ കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് ആ ടോള് കഴിഞ്ഞപ്പോൾ ഇവിടെ സൈഡാക്കി. ഇവിടെ പുതിയ ഹോട്ടൽ വന്നിട്ടുണ്ട് പത്മാവതി. അപ്പം എന്തെങ്കിലും നല്ല വിശപ്പ് അതിൽ കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ചോറിൻ്റെ സ്റ്റൈലാണ്. ഇങ്ങനെയാണ് ഇവിടെ ചോറ് കഴിക്കേണ്ട. വേറെ ചോറും വന്നു കേട്ടോ. ഇനി ചോറ് കഴിക്കട്ടെ. കഴിച്ച് പോന്നു. വലിയ എയിമൊന്നും പറയാനില്ല. നല്ല റേറ്റും കൂടുതലാണ്. ഭക്ഷണം കുഴപ്പമില്ല, സൂപ്പർ ഭക്ഷണം. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അത് പുതിയത് ഞാനിപ്പോൾ ഇവിടെ ഭക്ഷണം ഞാൻ കയറുന്നത്. ഇപ്പോൾ ഈ റോഡ് പുതിയ ഓപ്പൺ ആയത് കാരണേ ഇപ്പോൾ അവിടെ ഇപ്പോൾ ബൈപ്പാസ് പോണ വഴിക്കുന്ന ഹോട്ടലുകൾ ഓപ്പൺ ആയിട്ടാവില്ല. കാരണം പണിയോ. പിന്നെ കഴിക്കണമെങ്കിൽ നമ്മൾ ചിറ്റൂർ റോഡിലേക്കൊക്കെ എത്തേണ്ടി വരും. എന്താ വെയിലെന്നറിയാം. അത് ഒരു മലയൊക്കെ കണ്ടോ. അതുകൊണ്ട മല നോക്കിയ അടിയിലൊക്കെ വീടുകളുണ്ടോ. അടിയിലെ വീടുകളൊക്കെ നമ്മളങ്ങനെ തിരുപ്പതി ആയിട്ട് എയർപോർട്ടിന് ഭാഗങ്ങളൊക്കെ വഴി. നമ്മള് തിരുപ്പതി റെന്നിക്കുണ്ട അവിടെ അവിടെ ഒരു ആർ ടി ചെക്ക് പോസ്റ്റ് ഇങ്ങനെ ആ ഭാഗം ഒന്ന് ഓരോ ഐഡിയ കിട്ടല്ലേ എന്നുള്ള വഴി മാറി മൊത്തം മാറിപ്പോയി പറഞ്ഞേ. എന്തായാലും അവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചത് ഗുണമായി. ഞാൻ നമ്മള് ഈ റോഡ് പുതിയതൊക്കെ ബൈപ്പാസൊക്കെ വന്നു പറഞ്ഞേ. പഴയ റോഡാണ് ഇഷ്ടംമാതിരി ഹോട്ടലുകളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ റോഡിൽ ഹോട്ടലുകളില്ല. അത് കാരണം എനിക്ക് തോന്നി. അത് കാരണം അവിടെ നിന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ കഴിച്ചത്. അതവരെ ഇളക്കാൻ ചെയ്തു. ഭക്ഷണം കഴിച്ചത് നല്ല റേറ്റ് 150 രൂപ. റെന്നിക്കുണ്ട റോഡ് റെന്നിക്കുണ്ട കഴിഞ്ഞുണ്ടോ. നമ്മളങ്ങനെ തിരുപ്പതി ബംഗളൂരു 258. നമ്മൾ ബംഗളൂരു ഒരിക്കൽ പോണേ. ബംഗളൂരു 258. ബംഗളൂരു മൈസൂരു പിന്നെ വിരാജ്പേട്ട അങ്ങനെ പോണം നമ്മൾ. ഇപ്പൊ നമുക്ക് വഴി ഏറെക്കുറെ ഐഡിയ കിട്ടി. ഇതൊക്കെ പഴയ പോലത്തെ റോഡ് തന്നെയാണ്. ഐഡിയ കിട്ടി. ജീപ്പ് വേണ്ട. ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. ഇത് പഴയ വഴി തന്നെയാണ്. തിരുപ്പതി ടൗണിൽ മറ്റേ മലയാണ് കാണുന്നത്. ആ മലയിലെവിടെയാണ് അമ്പലം. നമ്മൾ രാത്രി വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ ആ അമ്പലത്തിൽ ആ മലയിൽ കാണാം. നമുക്ക് അമ്പലത്തിലെ വെട്ടം കാണാം. നമുക്ക് ഇത് കാണുന്ന മലയുടെ താഴത്ത് കാണുന്ന വീടിൻ്റെ വീടിങ്ങനെ വെള്ള വീടുകളുണ്ടോ. അതൊക്കെയാണ് തിരുപ്പതി അമ്പലത്തിൻ്റെ തിരുപ്പതിയുടെ ഭാഗങ്ങളാണ് കാണുന്നത്. ഈ കാണുന്ന മലയിലാണ് ഞാൻ പറഞ്ഞത്. രാത്രി വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് വെട്ടം കാണാം. വണ്ടി ഓടിക്കുമ്പോൾ അമ്പലത്തിൻ്റെ വെട്ടം കാണാം. മറ്റേ ആ ചിഹ്നം കാണാം നമുക്ക് അവിടെ. അതാണ് തിരുപ്പതി. നമ്മളങ്ങനെ തിരുപ്പതി ബൈപ്പാസിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യണത്. നമ്മളങ്ങനെ തിരുപ്പതിയുടെ ഭാഗങ്ങൾ കഴിയാൻ പോകാൻ കേട്ടോ. തിരുപ്പതിയുടെ ഭാഗങ്ങൾ കഴിയാൻ പോകും. ഇപ്പൊ കുറച്ചു നേരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോകും. തിരുപ്പതി 5 കിലോമീറ്റർ, തിരുമല 24 കിലോമീറ്റർ. ഇതിപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോ ഇവിടെ മറ്റേ ചിറ്റൂര് ഭാഗത്ത് വരുമ്പോ ഇങ്ങനെയാണ് നമ്മൾ തിരുപ്പതി. നമ്മളങ്ങനെ തിരുപ്പതി റോഡ് ഫുള്ള് കഴിഞ്ഞുട്ടാ. ഇനി നമ്മള് നേരെ പഴമനീര് ചിറ്റൂർ റോഡ് കയറാണ്. ഇപ്പൊ വന്ന ഹൈവേ നമ്മൾ വന്ന ഹൈവേ 71 നമ്പർ ഹൈവേ ആയിരുന്നു. അത് മാറിയിട്ട് ഇനി പുതിയ നമ്പറിലേക്ക് കയറും. ഇപ്പൊ നമ്മൾ ഇത്ര നേരം വന്ന ഹൈവേന്ന് മാറി ഇനി പുതിയ നമ്പർ ഹൈവേയിലേക്ക് കയറിയണ്ട. ഇപ്പൊ നമ്മൾ വന്നത് 71. ഇതിപ്പോ 140 നമ്പർ ഹൈവേ. ഇനി ബംഗളൂരു
240 കിലോമീറ്റർ. ബാംഗ്ലൂർ വരെ നമുക്ക് ഇനി ഈ വഴി നേരെ ഇനി ചിറ്റൂർ ചെന്നിട്ട് ചിറ്റൂർ നമ്മൾ വലത്തോട്ട് തിരിച്ചു. ഇത് കണ്ട കോറ്റ പാറക്കൂട്ടങ്ങളുണ്ട്, ഒരു വലിയ പാറക്കൂട്ടം കണ്ടോ. എന്നാ ചൂടായിരിക്കും അറിയാം പാറക്കൂട്ടങ്ങളുടെ അവിടെ. നല്ല പറ നമ്മളിപ്പോൾ ഈ പാറക്കൂട്ടങ്ങൾ ഇപ്പോൾ ഈ സ്ഥലമില്ല, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത സ്ഥലമില്ലേ, ഇതാണ് ചന്ദ്രഗിരി. ഇവിടെ ഒരു കോട്ടയൊക്കെ ഉണ്ടായിരുന്നു, രാജാവിൻ്റെ കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കാണണുണ്ടോ ഒരു മതിൽ പോലെ കെട്ടിയേക്കണുണ്ടോ, കാട് മൂടി കിടക്കണുണ്ടോ, അതായിരുന്നു അത് രാജാവിൻ്റെ കോട്ടയായിരുന്നത്. അതിപ്പോൾ കാട് നമ്മുടെ നാടാകാരുടെ അത് വൃത്തിമനയിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതുണ്ടോ ഇത് കാണണുണ്ടോ കോട്ട ഉണ്ടോ, ഇതൊരു കോട്ടയായിരുന്നത് രാജാവിൻ്റെ. ഇതിന് ചന്ദ്രഗിരി ഒരു ഫോർട്ട്, ഇവിടെ ഒരു കോട്ടയൊക്കെ ഉണ്ടായിരുന്നു, കോട്ട ചന്ദ്രഗിരി ഫോർട്ട് എന്ന് പറയുന്നത്. ചന്ദ്രഗിരി ഇതിനകത്തൊരു കോട്ടയാണ്, അതിനകത്തൊരു അമ്പലമൊക്കെ ഉണ്ടോ. ഇതിപ്പോൾ ആണ് കാട് പിടിച്ചെടുക്കണം, നമുക്കൊന്നും കാണാം. അതിനകത്തൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതാണ് ചന്ദ്രഗിരി ഫോർട്ട്. കോട്ട മതിൽ കെട്ടിക്കണോ, മതിലല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിക്കണത്. ഇപ്പോഴത്തെ കെട്ടല്ല, പണ്ടത്തെ രാജാക്കന്മാരുടെ കെട്ടണത് കേട്ടോ. ഇതാണ് ചന്ദ്രഗിരി ഫോർട്ട്. ഇവിടെയൊക്കെ ആദ്യം നമ്മളൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് സിംഗിൾ വഴിയായിരിക്കും ഇവിടെ ബോർഡൊക്കെ. ഇപ്പോൾ ബോർഡൊന്നും കാണാം. അമ്പലം കണ്ട അമ്പലം ഓക്കെ. വണ്ടമല കണ്ട മലമല അടിയിൽ തെങ്ങും തോക്കും. കഴിഞ്ഞ മലയിലൊക്കെ ഇച്ചിരി പച്ചപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ അതും കാണാനില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കിയോട്ടോ, ഇത് സാധനം ഉണ്ടാവില്ല. അടിയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ദൂരം ഇവിടെ നോക്കി വീടുണ്ട്. ഇതുണ്ടോ ഈ വഴിക്ക് വരുമ്പോൾ കുറച്ച് ദൂരം മാത്രം, ഒരു 1/2 കിലോമീറ്റർ മാത്രം 4 ലൈൻ പണിയാൻ കിടക്കുന്നുണ്ട്. എന്നാ സംഭവം എന്നറിയത്തില്ല കേട്ടോ. കുറച്ച് ദൂരം മാത്രം, ഒരു 1/2 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇതായിരുന്നു നമ്മളിപ്പോൾ കയറാൻ പോകുന്നതായിരുന്നു പഴയ ഹൈവ. പഴയ ഹൈവേയുടെ വീതി ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു പഴയ ഹൈവേയുടെ വീതി. ഇതായിരുന്നു പഴയ ഹൈവ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതാണ് പഴയ ഹൈവ. ഇതാണ് പഴയ ഹൈവ. എന്താ തണലൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നറിയോ ഇവിടെ. നമ്മൾ ഹൈവേക്ക് തന്നെ കയറാറായി. ഇത്രയും ഭാഗം ഒരു 1/2 കിലോമീറ്റർ താഴെ ഉള്ളൂ. എന്നാ സംഭവം എന്നറിയില്ല, എന്തോ പണിക്കാട് എന്തോ നടക്കണം. നമ്മൾ വീണ്ടും 4 ലൈൻ, വീണ്ടും നമ്മൾ 4 ലൈൻ. വീണ്ടും 4 ലൈൻ കയറി. നമ്മൾ അങ്ങനെ ഇപ്പൊ ചിറ്റൂരിന്ന് തിരിയണ സ്ഥലമായി കേട്ടാ. ചിറ്റൂരിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ബൈപ്പാസ്. നമ്മളിപ്പോ ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ റോഡിലേക്ക് തിരിയണ സ്ഥലമാവാറായി. എത്തി നമുക്ക് ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ കോലാർ റോഡിലേക്ക് തിരിയാം. ബാംഗ്ലൂർ റോഡിലേക്ക് നമ്മളങ്ങനെ തിരിയണ സ്ഥലമായി കേട്ടാ. ഇതുണ്ടോ ചിറ്റൂർ ലെഫ്റ്റ്, പാലക്കാട് ചിറ്റൂരല്ല, ബാംഗ്ലൂർ റോഡിലേക്ക് നമ്മൾ തിരിയും. ബാംഗ്ലൂർ റോഡിലേക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് വലത്തോട്ട്, പാലത്തിൻ്റെ അടിയിൽ നിന്ന് വലത്തോട്ട് പോകണം. പെട്ടെന്ന് നമ്മൾ വലത്തോട്ട് തിരിയാം. വലത്തോട്ട് നേരെ ബാംഗ്ലൂർ, നേരെ പള്ളമന്നീര് ബാംഗ്ലൂർ റോഡ്. പള്ളമന്നീർ, ചിറ്റൂര്, പള്ളിപ്പട്ട്, നാഗരി, തിരുട്ടാണി. ഇത് പ്രൈവറ്റ് ബസ്സാണ്, ആന്ധ്ര ബസ്സാണ് കേട്ടോ. ഇതുണ്ട് ഈ ഹൈവേയുടെ നമ്പർ ഉണ്ടോ, 4-ാം നമ്പർ ഹൈവേ ആണ്. 4-ാം നമ്പർ ഹൈവേ ആണ്. 4 സന്ധ്യയായി തുടങ്ങി. നമ്മളിവിടെ ഒരു കയറ്റം കയറാൻ പോകട്ടോ. വണ്ട കയറ്റം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ദൂരം അപകടം നടന്നിട്ടുള്ള കയറ്റമെന്നറിയാം. നമ്മളിപ്പോൾ ആ കയറ്റത്തിൻ്റെ ഭാഗത്തേക്ക് കയറും. ഇപ്പോൾ എന്തൊരു വണ്ടി കണ്ടാൽ നമ്മൾ ആ റോഡിൻ്റെ അവിടെ വരയ്ക്കുന്ന ആൾക്കാർ. അതാണ് ഇപ്പോൾ ആ കയറ്റം കയറാൻ പോകണം.
വലിയ കയറ്റാന്നറിയോ. ഇതാണ് ആ കയറ്റം. ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. ഇത് കുണ്ടിനിയ വൈൽഡ് ലൈഫ് അങ്ങനെ എന്താണത്. ഇതൊരു കാലത്ത് ഞാനൊക്കെ ഫസ്റ്റ് വരണതാണ് 2010 സമയത്തൊക്കെ ഉണ്ടല്ലോ. ഇവിടെ രാത്രി പാസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സിംഗിൾ വഴിയാണ് അന്ന്. ഇവിടെ കള്ളന്മാരുള്ള സ്ഥലമായിരുന്നു, കള്ളന്മാര്. ഇതുണ്ടോ മലകളൊക്കെ ഇടിച്ച് സെറ്റപ്പൊക്കെ ഉണ്ടായിരിക്കണം. മലകളൊക്കെ ഇടിച്ച് സെറ്റപ്പാക്കി എടുത്താ. കല്ലൊക്കെ ഇരിക്കണ്ട, കല്ലുകള് എപ്പോ വെള്ളം താഴ്ത്തിക്ക് ചടാണ്ട. ഇവിടെയുള്ള സ്ഥലത്ത് വണ്ടി കംപ്ലൈന്റ് ആയി കഴിയുമ്പോഴാണ് പ്രശ്നമാവും. പാവം കല്ലിരിക്കണോ നോക്കിയോ. കയറ്റം കയറി കഴിഞ്ഞോട്ടാ. കുഴപ്പമില്ല. ഇപ്പൊ നമ്മളിപ്പോ ജാർഖണ്ഡിൽ നിന്ന് റാഞ്ചിന്ന് വണ്ടി എടുത്ത് വന്നതിൽ ഇപ്പൊ കയറി രണ്ടാമത്തെ വലിയ കയറ്റാണത്. ഒന്ന് നമ്മൾ ഒറീസയിൽ കയറി രംബ കാട്ട് കയറി, പിന്നെ രണ്ടാമത്തെ ഇപ്പം ഇത്. ഇനി നമുക്ക് വലിയ അതിനുണ്ട് കേട്ടോ, കയറ്റങ്ങൾ ഇനി കിടക്കണുള്ളൂ. മൈസൂർ കഴിഞ്ഞാൽ പിന്നെ വിരാജ് കേരളത്തിൽ കയറുമ്പോൾ ആദ്യം വെട്ടിച്ചില്ല സാധനങ്ങളല്ലേ കിടക്കണേ. നമ്മൾക്ക് ഇനി പളമനീരായിട്ട് നമ്മളങ്ങനെ പളമനീർ. ഇനി ബാംഗ്ലൂർക്ക് 143 കിലോമീറ്റർ. 143 കിലോമീറ്റർ ബാംഗ്ലൂര്. കോലാർ 80 കിലോമീറ്റർ. ഈ ഇടത്തോട്ട് പോണതാണ് പള്ളമന്നീര് ടൗണിലേക്ക് പോണ വഴി. നമുക്ക് നേരെ തന്നെ ബൈപ്പാസ്. നീര് കഴിയാൻ പോകട്ടോ, കഴിഞ്ഞു. പള്ളമന്നീര് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഏതാനും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് കർണാടകയിലേക്ക് കയറും. ഏതാനും കിലോമീറ്റർ ഉള്ളിന് ഓടാൻ. ആന്ധ്രയിൽ കൂടെ ഓടാൻ നമുക്കിനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് പോകുമ്പോഴാണ് കുപ്പം പോവാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരുന്നു പഴയ RTO ചെക്ക് പോസ്റ്റ്. ആന്ധ്ര RTO ചെക്ക് പോസ്റ്റ് ഒക്കെ ഈ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഈ ഇടത്തെ വശത്തായിരുന്നു ആ ചെക്ക് പോസ്റ്റുകളൊക്കെ. നമ്മൾ ആന്ധ്ര കഴിയാൻ പോവാണ് കേട്ടോ. ഈ ഇടത്തോട്ട് പോണ വഴിയാണ് കുപ്പം. കുപ്പം വഴിക്ക് നമുക്ക് കൃഷ്ണഗിരി അങ്ങനെ കയറി പോവാം. ഇപ്പം ആ വഴിക്ക് പോകണ നഷ്ടമാണ്. കാരണം വെച്ചാൽ ടോള് വന്നു. ഇപ്പം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ വഴിക്കും ടോളുണ്ട്. മുമ്പിലൊരു വണ്ടൻ പാറ ഇരിക്കണുണ്ട്. ആ പാറയിലൊരു കല്ലുകളുണ്ടോ, വണ്ടൻ കല്ലുകൾ. എപ്പോൾ വേറെ ആൾക്കാർ താഴത്തേക്ക് കയറാൻ റെഡിയായിട്ട് നിൽക്കണേ. അങ്ങനെ ബോർഡർ എത്താറായി. നിസ്സാര ദൂരം കൂടെ എനിക്ക് ബോർഡർ. അങ്ങനെ കർണാടകയിലേക്ക് കടക്കാൻ പോവാണ്. അങ്ങനെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് നമ്മൾ കർണാടകയിലേക്ക് കടക്കാൻ പോവാണ്. ഇപ്പോൾ റാഞ്ചി ടു കണ്ണൂർ ട്രിപ്പ് നമ്മൾ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റിലേക്ക് കയറി, കർണാടകയിലേക്ക് നമ്മൾ കയറി. അങ്ങനെ എൻ്റെ ദൈവത്തിന് നന്ദി. കുഴപ്പമില്ലാതെ നമ്മളങ്ങനെ കർണാടകയിൽ എത്തി. നമുക്ക് ഡീസൽ അടിക്കണം. കർണാടകയിൽ ഡീസൽ കുറവാണ്. ഇവിടെ ആന്ധ്രയിൽ 96 രൂപ കണ്ട, കർണാടകയിൽ 89 ചില്ലറ ഉള്ളൂ. പിന്നെ നമുക്ക് ഡീസൽ ഫുള്ളാക്കണം. സാധാരണ നമ്മൾ ഒറീസ ബോർഡറിൽ നിന്ന് ഫുള്ളാക്കി കഴിഞ്ഞാൽ ആന്ധ്രയിൽ എത്തുമ്പോൾ നമ്മളൊരു 1000 രൂപയ്ക്ക് അടിക്കാറുള്ളതാണ്. പക്ഷെ ദൈവം തപ്പറ അങ്ങനെ കാരണം കൊണ്ട് ഇവിടെ കുട്ടി മൈലേജ് ഉണ്ട്. കാരണം 1000 അടിക്കേണ്ടി വന്നില്ല. കാരണം നമ്മൾ കർണാടകയിലെ ആദ്യത്തെ ടോളിലെത്തിട്ടോ. നമ്മുടെ ഓട്ടം ഇനി കർണാടക വഴിയാണ്. കർണാടക സ്റ്റേറ്റിൽ കൂടെയാണ് നമ്മുടെ ഓട്ടം. കോലാർക്ക് 53 കിലോമീറ്റർ, ബാംഗ്ലൂർ 121 കിലോമീറ്റർ. നമുക്കിനി ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നയാരയുടെ പമ്പ് കിട്ടും ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ ആ നയാരയെന്നാണ് നമ്മൾ അടിക്കാറ്. ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് മെജോറിറ്റി ഭാരത്, പിന്നെ നയാര, റിലയൻസ്, ഈ 3 പമ്പ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ബാക്കിയുള്ള പമ്പ് വിളിക്കും. ആദ്യം അടിക്കുകയാണെങ്കിൽ നയാര കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന സാധനത്തിൽ റിലയൻസ്, പിന്നെ കൊടുക്കുന്നത് ഭാരത്. ഇത് കഴിഞ്ഞിട്ട് അതൊന്നും ഇല്ലെങ്കിൽ വേറെ അതിൽ പമ്പ് അടിക്കുള്ളൂ. ഇവിടെ നയാര ഉണ്ട്. ഇവിടെ നമ്മളങ്ങനെ അടിക്കാറുള്ള നയാരയുടെ പമ്പിനോട് എത്തി. നമ്മൾ നയാരയുടെ ഡീസൽ സൂപ്പർ ഡീസൽ കേട്ടോ.
നമ്മൾ നെയ്യാരുടെ പമ്പിനോടെത്തി. ഈ പമ്പിൽ നിന്നാണ് നമ്മൾ അയ്യോ അത് അടച്ചിട്ടേക്കാണല്ലോ. അല്ലല്ല പമ്പുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചായ കുടിക്കാം, എന്നിട്ട് പോയി അടിക്കാം. പമ്പിലേക്ക് കേട്ടോ 4000 ആണ്, 89 രൂപ ഇവിടെ വില. 4000 നമ്മളിവിടെ ഞാൻ ഈ വഴിക്കും ഈ പമ്പിൽ നിന്ന് അടിക്കാം കേട്ടോ. വണ്ടി അങ്ങനെ ഡീസലോടെ ഫുള്ളാക്കാൻ നിർത്തിയേക്കണ് പമ്പില്. എന്താണെന്നറിയാം ഇവിടുത്തെ പമ്പിലാകുമ്പോഴേ 4000 നമ്മൾ അടിക്കുക. 4000 ആകുമ്പോൾ നല്ല മൈലേജിൻ്റെ ഓടിക്കുന്നത് 4000. ഇപ്പോൾ ഡീസലിന് കർണാടകയിൽ ദൈവം തമ്പുരാൻ്റെ കാരണം കൊണ്ട് ഒറീസയിൽ നിന്ന് ഫുള്ളാക്കിയിട്ട് ഇവിടെ വരെ ഓടിയെത്തി വണ്ടി. ഇവിടുത്തെ റേറ്റ് ഉണ്ട് 89-29. ഇനി ഇവിടുന്ന് ഫുള്ളാക്കി നമുക്ക് നാട്ടിലെത്താനുള്ള ഡീസലായി. അപ്പോൾ നമ്മളങ്ങനെ ഡീസലൊക്കെ അടിച്ച് ഇവിടെ കൊണ്ട് വണ്ടി സെറ്റപ്പാക്കി ഇട്ടു, ഇവിടെ സൈഡാക്കി ഇട്ടു ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ സമയം 6:15. ഇനിയിപ്പോൾ ഇവിടുന്നൊരു സന്ധ്യ ഒരു ചായയൊക്കെ കുടിച്ചെടുത്ത് പോകാന്നുള്ള പരിപാടിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം. നമ്മൾ നാളെ തന്നെ ഒരു യാത്രയ്ക്ക് വിട്ടു പോകുന്നുള്ള പരിപാടിക്കാണ്. അപ്പോൾ നാളത്തെ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ വരാം കേട്ടോ.